ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ LP UP PYQ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി. ഞാൻ നേരെ ആൻസറിലേക്ക് പോവുകയാണ്. സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്ത് വിടുന്നത് പോലെ സ്ക്രോൾ ചെയ്ത് വിടുന്നില്ല. ആൻസർ പറഞ്ഞ് പോകാം. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന ആൻസർ ശ്രദ്ധിക്കാം. അപ്പോൾ ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുമ്പോൾ ഗാന്ധിജി നെയ് തായ്ലീം, വാർധ പദ്ധതി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങിയ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. മഹാത്മാഗാന്ധിജി ജോഹന്നസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം എന്ന പേരിലൊരു ആശ്രമം, വിദ്യാഭ്യാസ സ്ഥാപനവും സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ചു നോക്കുന്ന സമയത്ത് ഒന്നിൽ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നു, പ്രശ്നപരിഹരണത്തെക്കുറിച്ച് പറയുന്നു, സാർവദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പറയുന്നു. ദെൻ ഓപ്ഷൻ ഡിയിൽ തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നും പറയുന്നുണ്ട്. അപ്പം മനസ്സിലാക്കി വെക്കുക, ഗാന്ധിജി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ചോദ്യം, ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ്. അല്ലാത്തത് ഏത്? ആഗമന രീതി എന്ന് പറയുമ്പോൾ ആദ്യം ഉദാഹരണം പറഞ്ഞതിന് ശേഷം പഠിതാവിനെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ്. ഇത് ശിശു കേന്ദ്രീകൃതമാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുറിയിൽ നാം അവലംബിക്കേണ്ട രീതികളിൽ ഒന്നാണ് ആഗമന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻ എ, ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വങ്ങളിലേക്ക്. അത് കറക്റ്റാണ്, ആഗമന രീതിയാണ്. അനുഭവങ്ങളിൽ നിന്നും സിദ്ധാന്തത്തിലേക്ക്, അതും കറക്റ്റാണ്. കുട്ടികൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഒരു അവസരം കൊടുത്തതിന് ശേഷം അവരെ തിയറിയിലേക്ക് കൊണ്ടുവരിക, അതും ഓക്കെയാണ്. ദെൻ ഓപ്ഷൻ സി വരുമ്പോൾ നിയമത്തിൽ നിന്നും വിശദീകരണത്തിലേക്ക് പോവുക എന്നുള്ളത് നിഗമന രീതിയാണ്, അത് ആഗമന രീതിയല്ല. ആദ്യം റൂള് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ശിശു കേന്ദ്രീകൃത സമ്പ്രദായത്തിന് യോജിച്ചതല്ല, അത് വരുന്നത് അധ്യാപക കേന്ദ്രീകൃതത്തിലാണ്. സോ ആഗമന രീതിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡിയും ആഗമന രീതി തന്നെയാണ് അല്ലെ. നിരീക്ഷണത്തിന് അവസരം കൊടുക്കുന്നു, അതിൽ നിന്നും നിഗമനത്തിലേക്ക് എത്താൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ദെൻ നല്ല ടെസ്റ്റിന് വേണ്ടി എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ഗുണങ്ങളിൽ എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയുക. മുകളിൽ പരാമർശിച്ചത് സിദ്ധിശോധകത്തിന്റെ ഏത് സവിശേഷതയാണ് എന്നാണ് ചോദ്യം. അപ്പൊ സിദ്ധിശോധകത്തിന്റെ ചില സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. സാധുത, വസ്തുനിഷ്ഠത, വിശ്വാസ്യത, വിവേചനം. ഇതിൽ സാധുതയാണ്. എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ നാം ഒരു എക്സാമിന് ഒരു കുട്ടിയെ വിധേയമാക്കുന്ന സമയത്ത് അതേ എക്സാം എത്ര തവണ നടത്തിയാലും കിട്ടുന്ന സ്കോർ ഏകദേശം സെയിം ആയിരിക്കുക എന്നതാണ് വിശ്വാസ്യത. വിശ്വാസ്യത കൊണ്ടുള്ള ഉദ്ദേശം. വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഉത്തരമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിലധികം ഉത്തരം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ എക്സാമിന് പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദെൻ വിവേചനം കൊണ്ടുള്ള ഉദ്ദേശം കുട്ടികൾ വിവിധ തരത്തിലുള്ള പഠന നിലവാരക്കാരായിരിക്കും. അത് വിവേചിച്ച് അറിയാൻ ഉതകുന്നതാകണം ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇവകൾക്ക് പുറമെ വിലയിരുത്തലിന്റെ മറ്റു പ്രത്യേകതകളിൽ പെട്ടതാണ് പഠന നേട്ടാധിഷ്ഠിതം അല്ലെ. പഠന നേട്ടത്തെ അളക്കാൻ കഴിയുന്നതായിരിക്കണം. ദെൻ സമഗ്രമായിരിക്കണം. നാം അളക്കാൻ ഉദ്ദേശിക്കുന്ന പഠന നേട്ടങ്ങളുടെ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു പാഠത്തിന്റെ ഏകദേശം ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നതാണ് സമഗ്രത എന്ന വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊരു പ്രത്യേകതയാണ് പ്രായോഗികത അല്ലെ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലായി നടത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം എക്സാം ചിട്ടപ്പെടുത്തേണ്ടത്. സോ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സാധുത.
ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന പഠന വൈകല്യം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ലേഖനശേഷി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ, ഗ്രാഫ് ലേഖനം എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ വായനയുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യമാണ്. ഡിസ്കാൽക്കുലിയ ഗണിത വൈകല്യമാണ്, മാത്സുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യമാണ്. നോൺ വെർബൽ അവിടെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു തന്നേ ഉള്ളൂ. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതിനടുത്ത വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ടുള്ള ചോദ്യമാണ്, ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതി. അപ്പൊ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി, ഓപ്ഷനിൽ പറയുന്ന ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി നമ്മുടെ ജില്ലാടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. പേരിൽ തന്നെ അതുണ്ട്. സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുമ്പോൾ അത് 1 മുതൽ 12ാം ക്ലാസ് വരെ വരുന്ന പദ്ധതിയാണ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അത് സെക്കൻഡറി തലത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. സർവശിക്ഷാ അഭിയാൻ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി വന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. then അടുത്ത ചോദ്യം, ഭാരമാകാത്ത പഠനം ലേണിംഗ്സ് വിതൗട്ട് ബേർഡൻ എന്ന റിപ്പോർട്ട് സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അത് ത്രിഭാഷ ഫോർമുല ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. പ്രൊഫസർ യശ്പാൽ കമ്മിറ്റിയാണ് ലേണിംഗ് വിതൗട്ട് ബേർഡൻ എന്ന പേരിൽ എന്ന തലവാചകത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള അഥവാ ഭിന്നശേഷിക്കാരായ പരിമിതികളുള്ള കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം ഇരുത്തി ഒരു വ്യത്യാസവുമില്ലാതെ വിവേചനമില്ലാതെ പഠിപ്പിക്കുന്നതിനാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സോ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസം. ദെൻ എന്താണ് ടാലന്റ് ലാബ്? ഇപ്പൊ ടാലന്റ് ലാബ് കൊണ്ടുള്ള ഉദ്ദേശം പഠന കാലയളവിൽ കുട്ടികൾക്കുള്ള അഭിരുചികൾ കണ്ടെത്തി അതിന് പ്രോത്സാഹനവും ട്രെയിനിങ്ങും കൊടുക്കുന്നതാണ് ടാലന്റ് ലാബ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ കുട്ടിയുടെ അഭിരുചി എന്താണോ അത് കണ്ടെത്തുക കേട്ടോ. അത് കണ്ടെത്തിയിട്ട് അത് പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമാണ് ടാലന്റ് ലാബിലൂടെ സ്കൂളുകളിൽ നൽകുന്നത്. ദെൻ അടുത്ത ചോദ്യം, 2010 ഇന്ത്യയിൽ നടപ്പിലായ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന. ഇപ്പൊ 2010 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലികാവകാശമായി തീർന്നു. അപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കുക, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ദെൻ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാണ്. അത് മൗലിക അവകാശമാണ്. ഈ 3 കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് വന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിലാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് 1 മുതൽ +2 വരെയല്ല. ചില ആളുകൾ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 1 മുതൽ 10ാം ക്ലാസ് വരെയല്ല, LKG മുതൽ ഹയർ സെക്കൻഡറി +2 വരെയാണ്. അഥവാ ഓപ്ഷൻ സി -2 മുതൽ +2 വരെയാണ് കേട്ടോ. -2 മുതൽ +2 വരെയാണ്. സോ നമ്മളിന്ന് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി തുടർന്ന് നമുക്ക് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാനുണ്ട്. ദെൻ LP-UPയിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് തുടർന്ന് ഇൻസ്പയറിലൂടെ നിങ്ങളുടെ മുന്നിൽ കിട്ടും. സോ നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ പിന്തുണയും അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും
നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ.